ഈ മരുന്ന് പുറത്തുനിന്ന് വാങ്ങണം. സിസേറിനായതുകൊണ്ട് സൂക്ഷിക്കണം. ശരീരം അനങ്ങി ജോലി ചെയ്യരുത്. എത്ര ദിവസം കഴിഞ്ഞ് പണിക്ക് പോകാൻ പറ്റും? 45 ദിവസം കഴിഞ്ഞ ശേഷം. ആ, ഈ സമയത്ത് അരിഷ്ടം ലേഹ്യം കഴിക്കാമല്ലോ. വേണ്ട, ഞാൻ തരുന്ന മെഡിസിൻസ് കഴിഞ്ഞ ശേഷം കഴിച്ചാൽ മതി. ആ സാലി, ഞാൻ പറഞ്ഞ മെഡിസിൻസ് കൊടുത്തേക്കൂ. ശരി ഡോക്ടർ. ശ്രീലക്ഷ്മി, എന്താടി നിന്റെ ആരെങ്കിലും ചത്തോ? അവളുടെ ഒരു മോന്ത കണ്ടില്ല. ദൈവമേ, ഇന്നെങ്കിലും കുടിക്കാതെ വന്നിരുന്നെങ്കിൽ നാളെ രാവിലെ ആ വൈദ്യുതി തന്ന മരുന്ന് തരാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാ. നീ എന്തിനാ അങ്ങനെ കയറി അങ്ങ് വിചാരിച്ചേ? നിന്റെ മുത്തശ്ശി ഏർപ്പാട് ചെയ്ത വൈദ്യുതി മരുന്ന് കഴിക്കാൻ എനിക്ക് സൗകര്യമില്ല. മാറ്റം നന്നാവാൻ വേണ്ടിയല്ലേ മുത്തശ്ശി വൈദ്യുതി ചെന്ന് കണ്ടത്? കൈവിഷം കളയാനുള്ള മരുന്നാണെന്ന് പറഞ്ഞ് വിഷം തന്നെ കൊല്ലാനല്ലേടി നിന്റെ അമ്മൂമ്മ തള്ളയുടെയും അമ്മാവന്മാരുടെയും പ്ലാൻ. അതിന് കൂട്ടു നിൽക്കാൻ നീയും. എല്ലാം എനിക്ക് മനസ്സിലായടി. എന്തൊക്കെ ഈ മാറ്റം പറയുന്നത്? അല്ലേലും കൈവശം ഉള്ളി കിടക്കുമ്പോ മരുന്ന് കഴിക്കാൻ തോന്നില്ലെന്ന് മുത്തശ്ശി പറഞ്ഞിരുന്നു. നിന്റെ ഒരു അങ്ങി ഒതുങ്ങി കഴിയോണം അവളുടെ ഒരു കൈവശം കൊന്നുകളയുന്നുണ്ട് ഞാൻ. അപ്പച്ചനെ ഇവൾ എന്താ ചെയ്തെന്നറിയോ? നിന്നെ കാലത്ത് മാടിയായിരുന്നു ഞാൻ. പക്ഷെ നിന്റെ അമ്മ ചാവുന്നവരെ ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ അവളെ വേദനിപ്പിച്ചിട്ടില്ല. അമ്മച്ചി അപ്പച്ചനെ കൈവശം തരാൻ കൂട്ടുനിന്നിട്ടുണ്ടോ? ഇല്ല. താൻ തോന്നിയാളെ ഭർത്താവിനെ നന്നാക്കണമെന്ന് ഏതൊരു ഭാര്യയ്ക്കും ആഗ്രഹം തോന്നൂടാ. ഇവള് തരുന്ന വിഷം കഴിച്ച് ഞാൻ അങ്ങ് ചത്തോട്ടെന്നായിരിക്കും അപ്പച്ചനും വിചാരിക്കുന്നത്. ഇതിലും ഭേദം അത് തന്നെയാടാ. ജീവിച്ചിരിക്കുന്നവർക്കെങ്കിലും മനസ്സമാധാനം കിട്ടുമല്ലോ. ഓഹോ, എന്നെ കൊണ്ടുള്ള ശല്യം ഇനി ഉണ്ടാവത്തില്ല. ഞാൻ പോയേക്കാം. പോടാ, എല്ലാരും പോയതുപോലെ നീയും പോ. നിനക്ക് കൂടെ ഇറങ്ങി പോരാൻ ഇവനെ മാത്രമേ കിട്ടിയുള്ളൂ മോളെ. വർഷങ്ങൾ കൺമുമ്പിൽ കിടന്ന് വളർന്നിട്ടും അപ്പച്ചൻ മനസ്സിലാക്കാത്ത കൊച്ചുമോനെ കുറെ നാളെ ആയുള്ളെങ്കിലും ഞാൻ മനസ്സിലാക്കി, നന്നായി മനസ്സിലാക്കി. എന്റെ മാറ്റിൻ പാവ മുൻചുണ്ടിക്കാരനാണെങ്കിലും ആ ഉള്ളിന്റെ ഉള്ളിൽ എന്നോട് വലിയ ഇഷ്ടം.